വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഫോറക്സിൻ്റെ ഇന്ത്യയിലുള്ള ലീഗാലിറ്റിനെ കുറിച്ചുള്ള 2 വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന മെയിനായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫോറക്സിൽ ഫണ്ടിങ് അക്കൗണ്ട് വഴി ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു വീഡിയോയിലൂടെ നൽകാമെന്ന് ഞാൻ ലാസ്റ്റ് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫോറക്സ് ഫണ്ടിങ് എന്ന് പറഞ്ഞ ബിസിനസ് വർക്ക് ആവണേന്നും ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കുറച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലീഗാലിറ്റിനെ കുറിച്ചൊക്കെ ഒരു കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ ഒരു ബിസിനസ്സിൽ ഈ ഫണ്ട് ചെയ്യണ കമ്പനീസ് പറയുന്നത് ഞങ്ങളെല്ലാം ട്രേഡേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണെന്നാണ്. പക്ഷെ സത്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം ട്രേഡേഴ്സ് തോൽക്കണം എന്നാണ്. സത്യത്തിൽ അവരുടെ ബിസിനസ് മോഡൽ തന്നെ ഭയങ്കര വണ്ടർഫുൾ ആണ്. കാരണം ട്രേഡിങ്ങിൽ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ട്രേഡിങ്ങിൽ തന്നെ 95% ആൾക്കാരും ഫെയിൽ ആവുന്നുള്ളൊരു തിയറി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു തിയറി ബേസ് ചെയ്താണ് ഇവരുടെ ബിസിനസ്. എന്ന് വെച്ചാൽ അവർക്കറിയാം 95% എന്തായാലും ഈ ചലഞ്ചിൽ പങ്കെടുക്കണവർ ഫെയിൽ ആവും എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു എഡ്ജായി. നമ്മളെ ഈ കാസിനോസും അതിലൊക്കെ കണ്ടല്ലേ, അതേമാതിരി ആ ഒരു ബിസിനസ് വിജയിക്കാനുള്ള ചാൻസ് എന്തായാലും ഫണ്ട് ചെയ്യണ ആൾക്കാർക്കാണ്. കാരണം നിങ്ങളൊരു ചലഞ്ച് മേടിക്കണ പൈസ അവർക്ക് കിട്ടി, അതെന്തായാലും റീഫണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫണ്ടഡ് ആയിട്ട് ഒക്കെ വരണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും വിജയസാധ്യതയുള്ളൊരു ബിസിനസ്സാണ് അവർ നടത്തണത്. അതിൽ പിന്നെയും ഇവർ 2 ചലഞ്ച് കഴിഞ്ഞ് ആള് ഫണ്ടിങ് കിട്ടി, അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അവർക്ക് പേ ഔട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കണക്ക് ഞാൻ നോക്കിയപ്പോൾ സത്യത്തിൽ ഈ ഫേംസിൻ്റെ ഈ ഫണ്ടിങ് കമ്പനീസിൽ നിന്നും ഫണ്ടഡ് ആയിട്ട് പേ ഔട്ട് കിട്ടുന്നത് വെറും 0.28% ആൾക്കാർക്കാണ്. എന്ന് വെച്ചാൽ 99.72% ആൾക്കാരും ഈ ഒരു ഇതിൽ ഫെയിൽ ആവും. നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് പൈസ കിട്ടണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. അപ്പോൾ അത്രയും അടിപൊളി ഒരു ബിസിനസ് മോഡലാണ് അവർ ചെയ്യണേ. അവർക്ക് എങ്ങനെ പോയാലും പൈസ ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാവുന്നത് ബിഗിനേഴ്സാണ്. കാരണം നമ്മൾ മിക്ക ട്രേഡേഴ്സിനും ഒരു 99% ബിഗിനർ ട്രേഡേഴ്സിനും പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ഫണ്ടില്ല, ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങളെ ഫണ്ട് ചെയ്യാനുള്ള ഒരു ആൾക്കാരുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒരു ചലഞ്ച് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 സ്റ്റെപ്പൊക്കെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടും. അവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ് ഇത്ര കിട്ടും, വലിയ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അപ്പോൾ വലിയ പ്രോഫിറ്റ് കിട്ടും. സംഭവം കേൾക്കുമ്പോൾ അടിപൊളിയായിട്ട് ബിഗിനേഴ്സ് എല്ലാം ഈ ചലഞ്ച് മേടിക്കും. പക്ഷേ ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സത്യത്തിൽ മാർക്കറ്റിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല. കാരണം ഒരു 12 മാസം ഒരു കൊല്ലം തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്ത ഒരാളാണ് ഈ ചലഞ്ച് എടുക്കാൻ പോണേ. അപ്പോൾ ഈ ഫണ്ട് ചെയ്യണ കമ്പനിക്ക് തന്നെ അറിയാം ഇത്രയും പേര് തോക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആ ഒരു ചാർജ് പൈസ കിട്ടും. അപ്പോൾ ഈ 99% ആൾക്കാരേന്നും ഈ ചലഞ്ച് മേടിച്ചതിൻ്റെ പൈസ കമ്പനിക്ക് കിട്ടും. അതിൽ നിന്ന് 1% താഴെയുള്ള ആൾക്കാർക്ക് മാത്രം അവർ ട്രേഡ് ചെയ്ത് ആ ഫണ്ടിൽ ലാഭം ഉണ്ടാക്കിയാൽ മാത്രം അവർക്ക് പൈസ തിരിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ അവർക്ക് റെഡിക്ക് നഷ്ടമല്ല, ഇത്രയും പേര് പൈസ കൊണ്ട് കളയുമ്പോൾ അവർക്ക് നഷ്ടമല്ല എന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുക? അവർ റെഡിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്, അതിൽ ചെറിയൊരു ശതമാനം മാത്രം നിങ്ങളോട് നഷ്ടം വരുത്താൻ പാടുള്ളൂ എന്ന് പറയണേ. അപ്പോൾ ഇത്രയും പേര് ഫണ്ടിങ് ചാൻസസ് എടുക്കണമുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഈ ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും റിയൽ ഫണ്ട് ആയിരിക്കില്ല. അവർ ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് മാതിരിയാണ് നിങ്ങൾക്ക് തരുള്ളൂ. അല്ലാണ്ട് ഇത്രയും നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഫണ്ട് തരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചലഞ്ചസിൽ എപ്പോഴും ഒരു ഡെമോ അക്കൗണ്ടാണ്, റിയൽ ഫണ്ട് അല്ല. പിന്നെ നിങ്ങൾ ഫണ്ടഡ് ആവാൻ തന്നെ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെ ഫണ്ടഡ് ആയി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് റിയൽ ഫണ്ട് തരുള്ളൂ. അതിൽ തന്നെ അവർ കുറേ ഈ പറഞ്ഞ മാതിരി ചലഞ്ചസിൻ്റെ ഫസ്റ്റിലുള്ള കുറേ റെസ്ട്രിക്ഷൻസ് അവിടെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ട്രേഡ് ചെയ്ത് പൈസ പോകാന്ന് പറയുന്നത് ഒരിക്കലും വലിയ കാര്യമില്ല, ചെറിയൊരു എമൗണ്ടാ പോകുള്ളൂ. അവരുടെ ബിസിനസ് മോഡൽ മൊത്തം നിങ്ങൾ ഈ ചലഞ്ച് മേടിക്കണോടത്താണ്. അപ്പോൾ ഒരു ബിഗിനർ ഒരു വട്ടം തന്നെ ചലഞ്ചിൽ ഫെയിലായാൽ പോലും അവർ 2-3 വട്ടമൊക്കെ ഇത് മേടിക്കുന്ന അറിയാം. ഇപ്പം നമ്മൾ ലോട്ടറി എടുക്കണ കേസ് തന്നെ, ഒരു വട്ടം ലോട്ടറി എടുത്ത് അടിച്ചില്ല എന്ന് വെച്ചിട്ട് ലോട്ടറി എടുക്കാത്ത ആൾക്കാരൊന്നല്ലല്ലോ. എത്രയോ പേര് 10-15 100 അതിന് മുകളിൽ ലോട്ടറി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അപ്പോൾ അതേമാതിരി തന്നെയാണ് ഈ ചലഞ്ചിൻ്റെ കേസും. ഒരു വട്ടം ഫെയിലായാൽ വീണ്ടും അവർ പോവും, വീണ്ടും ഈ ചലഞ്ച് മേടിക്കും, വീണ്ടും ചിലപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലെത്തി കുറച്ച് പോയി കഴിഞ്ഞാൽ ഫെയിലായിരിക്കുമ്പോൾ അവർ ചോദിക്കാം അടുത്ത റെഡിയാക്കാം. അങ്ങനെ ഈ ചലഞ്ച് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല ട്രേഡർ ആവാൻ പറ്റിയാൽ. അപ്പോൾ ഈ ബിഗിനേഴ്സിനെ ചൂഷണം ചെയ്തിട്ടാണ് ഇവർ റെഡിക്ക് പൈസ ഉണ്ടാക്കുന്നത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ബിസിനസ് തന്നെ വളരെ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 99% നിങ്ങൾ വിജയിക്കുന്ന ഒരു സ്ഥലത്താണ് ആ ഒരു ഫണ്ട് ചെയ്യണ ആള് നിൽക്കണേ. ഇനിയിപ്പോൾ ഫണ്ട് ചെയ്ത് നിങ്ങൾ ലാഭം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ലാഭം, എങ്ങനെ പോയാലും ആ ഒരു ബിസിനസ് ലാഭകരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാൾ ഈ ഫണ്ടിങ്ങിന് ചലഞ്ചൊക്കെ പോയി ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു, സെക്കൻഡ് സ്റ്റെപ്പ് കടന്നു, തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ഫണ്ടിങ് കിട്ടി, ഈ പറഞ്ഞ മാതിരി ലോകത്ത് ഇത്രയും ഫണ്ടിങ് കിട്ടണ ചെറിയൊരു പെർസെൻറ്റേജ് ഫണ്ടിങ് കിട്ടി, നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി, നിങ്ങൾക്ക് പേ ഔട്ട് വരണമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പേ ഔട്ട് വരുന്നത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫോറിൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പേ ഔട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇന്ത്യൻ ബാങ്ക് വരുമ്പോൾ ഇന്ത്യൻ ബാങ്ക് എന്തായാലും അതൊരു ഡൗട്ട്ഫുള്ളിയാണ് അവർ നോക്കുള്ളൂ. അവർ നിങ്ങളോട് ഇതിൻ്റെ സോഴ്സ് ചോദിക്കും, അതേമാതിരി തന്നെ അവർ ഇത് ഇൻകം ടാക്സിനെ അറിയിക്കും. കാരണം ഫോറിൻ രാജ്യത്ത് നിന്ന് തന്നെ ഒരു എമൗണ്ടാണ്. നമ്മുടെ അവിടെ ആ ഒരു ട്രാൻസാക്ഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരിത് എന്തായാലും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിനെ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ സോഴ്സ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഫോറക്സിൽ ട്രേഡ് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞാൽ അവരത് അംഗീകരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇല്ലീഗാലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ ഫണ്ട് ചലഞ്ചൊക്കെ മേടിച്ച് അങ്ങനെ ചെയ്താന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു എക്സെപ്ഷൻ തരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഫണ്ടിങ്ങും അതൊക്കെ പോവാൻ തന്നെ ആദ്യം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡർ ആവുക. ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആവുക, എന്നിട്ട് മതി ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിക്കൽ. ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ പോവാന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു CA അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇൻകം ടാക്സ് വർക്ക് ചെയ്ത ആൾക്കാരോടൊക്കെ ഇതിനെക്കുറിച്ചൊരു സജഷൻ എടുക്കുക, എങ്ങനെയാണ് ഇത് കറക്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. അല്ലാണ്ട് വെറുതെ പോയി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫണ്ടിങ്ങും കിട്ടി ലാസ്റ്റ് പൈസയും വന്ന് ലാസ്റ്റ് പൈസ ഉപയോഗിക്കാനും പറ്റാണ്ടായാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാവും, നിങ്ങൾക്ക് ആകെ മടുത്ത മാതിരിയാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഫണ്ടിങ് എന്ന് പറയുന്ന ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ അല്ലാണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കുറേ കാണാം. അപ്പോൾ പല ആൾക്കാരും ഈ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി എന്നുള്ള പേരിൽ ഈ ഫണ്ടിങ് കമ്പനീസ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിങ് ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കുക. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫണ്ട് ചെയ്ത് ആൾക്കാർക്ക് പൈസ കിട്ടി അവരിങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് ജസ്റ്റ് എടുത്ത് ചാടാണ്ട് ഈ ഒരു ബിസിനസ് ഇപ്പം നമ്മൾ ആരാണ് നിങ്ങൾക്ക് ഫണ്ട്, ഇപ്പോൾ എൻ്റെ കുറച്ച് ഫണ്ട് ഉണ്ട്, നിങ്ങളൊരു ബിഗിനർ ട്രേഡറാണ്, ജസ്റ്റ് രണ്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ ഫണ്ട് എടുത്ത് തരാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ട്രേഡറാണെന്ന് എനിക്ക് അങ്ങനെ അറിയും, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. അപ്പോൾ അത്രയ്ക്കും ഒരു ബിസിനസ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഫണ്ട് ചെയ്യണവർക്ക്. അപ്പോൾ ഈ ഒരു ബിസിനസ് റെഡിക്കുള്ള വിന്നർ ഫണ്ട് ചെയ്യണ ഫണ്ടിങ് കമ്പനി തന്നെയാണ്. നിങ്ങൾ ചലഞ്ച് എടുക്കുന്ന പൈസ അവർക്ക് എന്തായാലും കിട്ടുന്ന അറിയാം. പറഞ്ഞ മാതിരി 99% ആൾക്കാരിൽ നിന്ന് അവർക്ക് പൈസ കിട്ടും. അതിൽ നിന്ന് ആ പൈസയിൽ നിന്ന് എടുത്തൊരു 1% താഴെയുള്ള ആൾക്കാർക്ക് ചലഞ്ച് കഴിഞ്ഞ് പൈസ കൊടുക്കാനാണ് അത്രയും പാട്. അതൊന്നും വലിയ പണിയുള്ള കേസല്ല. പിന്നെ നിങ്ങളുടെ കിട്ടുന്ന ഫണ്ട് അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി വല്ല ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സോ ബ്ലാക്ക് റോക്കോ JP മോർഗൻ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സോ അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ടിനോ കൊടുത്താൽ പോലും അവർ അത്യാവശ്യം വലിയ റിട്ടേൺ ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് കൊടുക്കും. അതിനൊരു ചെറിയ പൈസ മാത്രമേ ഇവർക്ക് ചിലവുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും നല്ലൊരു ബിസിനസ്സാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഫോറക്സിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ്സാണ്, നന്നായിട്ട് ലാഭം ഉണ്ടാക്കാം നിങ്ങൾ തുടങ്ങുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഫണ്ടിങ് ഒക്കെ നോക്കി പോണ ആൾക്കാർ ഈ കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. ജസ്റ്റ് വെറുതെ പോയി നിങ്ങൾ വെറുതെ ചലഞ്ച് എടുത്ത് പൈസ കളയണേക്കാൾ നല്ലത് നിങ്ങൾ ആദ്യം ഒരു കൺസിസ്റ്റന്റ് ട്രേഡർ ആവുക. സ്റ്റോക്ക് മാർക്കറ്റിലോ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പോണേക്കാൾ നിങ്ങൾ മുമ്പ് സൂക്ഷിക്കണം. അത്യാവശ്യം ഇല്ലീഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ RBI പോലും പരസ്യം ചെയ്തു തുടങ്ങി ഈ ഒരു ഫോറക്സിൻ്റെ ഇല്ലീഗാലിറ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യാനൊക്കെ മുമ്പ് ആദ്യം നിങ്ങൾ ഇത് സൂക്ഷിക്കണം, എന്നിട്ടൊക്കെ മതി ഫണ്ടിങ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ ആദ്യം നിങ്ങളൊരു കൺസിസ്റ്റന്റ് ട്രേഡർ ആവുക. കൺസിസ്റ്റന്റ് ട്രേഡർ ആയി കഴിഞ്ഞിട്ട് നോക്കാം ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ നിങ്ങൾക്ക് കുറേ ക്യാപിറ്റൽ വേണം.
നമ്മൾ ക്വിക്ക് മണിയുടെ പിന്നാലെ പോവാണ്ട് ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക, പതുക്കെ പതുക്കെ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുക. പെട്ടെന്ന് എല്ലാം കൂടി പോകാൻ നിന്നാൽ ഈ പറഞ്ഞ മാതിരി ഉള്ളതും കയ്യിൽ നിന്ന് പോണ അവസ്ഥയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഇതേമാതിരി കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.